അസ്സലാമുഅലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഹൈദരാബാദി വെജിറ്റബിൾ ബിരിയാണിയാണ്. വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സവാള വഴറ്റിയിട്ടൊന്നും അല്ല എടുക്കുന്നത്, നമ്മൾ സവാള ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഓയിൽ നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. നമുക്ക് ഈ ഓയിലിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ കുറച്ച് ഏറെ തന്നെ സവാള ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊരു 2 ആയിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്ത് സവാള ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൊണ്ട് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. സവാളയെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 3/4 ഭാഗത്തോളം കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. ആ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള ക്യാരറ്റ് അത്യാവശ്യം ഈ ഒരു വലിപ്പത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ക്യാരറ്റ് അരിഞ്ഞത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തതാണിത്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 7 ബീൻസ് പയറും കൂടി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 1/2 കപ്പ് കോളിഫ്ലവറും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ ഒരുപാട് അതങ്ങ് വെന്ത് പോകരുത്. ഒരു 3/4 ഭാഗത്തോളം നമ്മൾ വേവിച്ചിട്ടെടുത്താൽ മതി. കാരണം നമ്മൾ ലാസ്റ്റ് ഒരു 10 മിനിറ്റോളം അത് ദമ്മിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ബാക്കിയിരുന്ന് വെന്തോളും. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിനകത്തൊന്ന് വെജിറ്റബിൾസ് നമുക്ക് കോരി മാറ്റാം. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 2 കപ്പ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഈ റൈസ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റോളം നമ്മൾ വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇനി നമുക്ക് അരി വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ഇതുപോലെ വലിപ്പമുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് ഏറെ തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരി വെന്തതിന് ശേഷം നമ്മൾ വെള്ളം ഊറ്റിക്കളയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവിന് പ്രശ്നമില്ല. കുറച്ച് ഏറെ തന്നെ നമുക്ക് വെള്ളം എടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 5 ഏലക്കായ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു വലിപ്പമുള്ള 2 കറുവപ്പട്ടയും ഒരു 5 ഗ്രാമ്പും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തക്കോലവും 2 bayleaves ഇതുപോലെ കീറിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാം. അരിയെ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം. അതിനുശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു 10 മിനിറ്റോളം കുതിരാൻ വേണ്ടി വെച്ചിരുന്ന അരിയാണ് കേട്ടോ ഇത്. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇതുപോലെ വാർന്നതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി വെന്ത് വരാൻ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വെന്ത് വരും. കറക്റ്റ് ഒരു ടൈമും ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ എടുക്കുന്ന അരിയുടെ ഒക്കെ ഒരു വ്യത്യാസത്തിനനുസരിച്ച് സമയത്തിന് ചിലപ്പോൾ മാറ്റം വരും. ഏകദേശം ഒരു 8-9 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ അരി നന്നായിട്ട് തന്നെ വെന്ത് വരും. ഒരു 3/4 ഭാഗത്തോളം നമ്മൾ അരി വേവിച്ചിട്ടെടുത്താൽ മതി, കാരണം ലാസ്റ്റ് നമ്മളൊരു 10 മിനിറ്റോളം ദമ്മിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അരി ഇവിടെ ഞാനൊരു 3/4 ഭാഗത്തോളം വേവിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിനകത്തുനിന്ന് ഈ ചോറ് കോരി ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത്യാവശ്യം ഇതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ആദ്യമേ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയാണിത്. ലാസ്റ്റ് നമുക്ക് ബിരിയാണിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ കുറച്ച് സവാള മാറ്റി വെച്ചിട്ട് ബാക്കി സവാള ഫ്രൈ ചെയ്തത് ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു അര കപ്പ് ഗ്രീൻ പീസ് ആണ്. നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തിയെടുത്ത ഗ്രീൻ പീസ് ആണിത്. അപ്പോൾ ഈ ഒരു അര കപ്പ് ഗ്രീൻ പീസും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിയിലയും ഒരു 3 ടേബിൾ സ്പൂൺ പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 ഗ്രാമ്പൂ, ഒരു 2 ഏലക്കായ, ഈ ഒരു വലിപ്പമുള്ള ഒരു പട്ട എടുത്തിട്ടുണ്ട്. ഈ ഒരു ബേ ലീവ്സും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പൊടികളാണ്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ജീരകം ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അതേപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാലയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ഹൈദരാബാദി ബിരിയാണി മസാലയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ബിരിയാണി മസാലയാണ് കയ്യിലുള്ളത് അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 3/4 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ അളവിൽ നാരങ്ങാ നീരും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര കപ്പ് തൈരാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന തൈര് വലിയ പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് അര കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല പുളിയായിട്ടുള്ള തൈരാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിലും കുറച്ച് അളവിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. നെയ്യും ഓയിലും ചേർത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു പാത്രത്തിൽ ഞാൻ 1 ടീസ്പൂൺ അളവിൽ പശുമ്പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ ബിരിയാണിക്ക് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പാലിനകത്ത് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ടെടുക്കുന്നത്. നമ്മൾ ഇതുപോലെ വീട്ടിൽ ബിരിയാണി വെക്കുന്ന സമയത്ത് ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന റൈസ് എല്ലാം ഇട്ട് കൊടുക്കാം. റൈസ് എല്ലാം ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറെല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കുറച്ച് സവാള ഫ്രൈ ചെയ്തതാണിത്. അതും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കുറച്ച് മഞ്ഞ കളറും കൂടെ ഞാൻ എൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു ബിരിയാണി മസാലയും കൂടെ വിതറി കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റും കൂടെ നമുക്കിത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കണം. ഇതിൻ്റെ മുകളിൽ ഒരു അലുമിനിയം ഫോയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ദം ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ മൈദ കുഴച്ചിട്ട് സൈഡിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ പാത്രത്തിൻ്റെ അടപ്പിലുള്ളൊരു ഹോള് മാത്രം അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് അടച്ചു കൊടുക്കുന്നുള്ളൂ. കാരണം നന്നായിട്ട് ഇത് ടൈറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ആവിയൊന്നും പുറത്തേക്ക് പോവില്ല. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലൊരു പാൻ അടിയിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പാത്രം വെച്ച് കൊടുത്തിട്ട് വേണം ഒന്ന് ദം ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റോളതൊന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ആവി കയറ്റിയതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ തുറന്ന് നോക്കരുത്. ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം മാത്രം തുറന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
നമ്മൾ ചോറും വെജിറ്റബിൾസും ഒക്കെ ഒരു മുക്കാൽ ഭാഗം വേവിച്ചെടുത്തുള്ളായിരുന്നു. അപ്പോൾ ഈ ആവിയിലിരുന്ന ചോറും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അരിയൊന്നും ഒട്ടും തന്നെ കുഴഞ്ഞും പോയിട്ടില്ല കേട്ടോ. നല്ല സൂപ്പർ മണമാണ് നമ്മളിത് തുറക്കുന്ന സമയത്ത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൈദരാബാദി വെജ് ബിരിയാണിയാണിത്. വെജിറ്റബിൾ ബിരിയാണി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വെജ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. പിന്നെ നമ്മുടെ ഈ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.